ഓണം സീരീസിൽ നമ്മുടെ അടുത്ത വിഭവം അവിയലാണ് കേട്ടോ. അവിയലിന് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ നമുക്ക് നീളത്തിൽ അരിഞ്ഞ് ഇതുപോലെ എടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ഇതുപോലെ തെളിച്ചു കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതങ്ങ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ളൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ആവശ്യത്തിന് നാളികേരം, ഒരു ചെറിയ കഷ്ണം ചുവന്നുള്ളി, ഒരല്ലി വെളുത്തുള്ളി, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് ജീരകം കൂടെ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. വല്ലാതെ അരഞ്ഞു പോകരുത് നാളികേരം. അവിയലിലേക്ക് പരുവത്തിനൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നു കഴിയുമ്പോൾ പുളിക്ക് ആവശ്യത്തിന് ഇതുപോലെ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടി നമുക്ക് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ചതച്ചെടുത്ത നാളികേരം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചേർത്തിളക്കിയതിന് ശേഷം ഒന്നും കൂടി അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ച് ഇതുപോലെ നന്നായി ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ സദ്യക്കുള്ള അവിയൽ റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യം ഓണത്തിന് എൻ്റെ ഈ അവിയലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുതിയൊരു വീഡിയോയും പുതിയൊരു വിഭവമായിട്ട് നമുക്ക് പിന്നെ കാണാം.